പുതിയൊരു റിയാക്ഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ക്ലിപ്പ് കണ്ടു നോക്കൂ. ഇതാണ് ബ്രഹ്മത്തിൽ ലയിക്കാൻ അപ്പനെ ഹെൽപ്പ് ചെയ്ത മകൻ. ഞാൻ ചെയ്തത് തെറ്റല്ല. ബ്രഹ്മത്തിൽ ലയിപ്പിച്ചു എന്ന് മകൻ. പക്ഷെ നാട്ടുകാരെന്താ പറയുന്നത്? ഇത് നാട്ടുകാർ പറയുന്നത് അതല്ല. ഓക്കെ, അല്ല, ഈ സമാധിയായ ഗോപാൽ സ്വാമി എപ്പോഴാ സന്യാസിയായേ? ഒറ്റ ദിവസം കൊണ്ട് സന്യാസിയായില്ല, കൊച്ചിലെ അച്ഛൻ സന്യാസിയായതാണ്. ഗോപാൽ സ്വാമി ജനിച്ച് വീണതേ സന്യാസിയായിട്ടാണ്. പിന്നെ ഒരു കല്യാണം കഴിച്ച് 2 മക്കളായി, അങ്ങനെ ഒരു കുടുംബ സന്യാസിയായി. അല്ല, നിങ്ങൾ അപ്പനെവിടെ പോയി? വ്യാഴാഴ്ച കാലത്ത് 11:30 മണിയായപ്പോൾ ചടങ്ങുകളെല്ലാം അസമാധിയായി. രാവിലെ എണീറ്റ് ഗോപാൽ സ്വാമി ഇവരെ വിളിച്ച് എന്നിട്ട് എന്താ പറഞ്ഞേ? മക്കളെ, നീ എൻ്റെ സമാധി ചടങ്ങുകളെല്ലാം എനിക്ക് പറഞ്ഞു തന്നെ, എങ്ങനെയെല്ലാം കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഞാൻ സമാധിയാവാൻ പോവുകയാണ്. ഞാനൊന്ന് ടൗണിൽ പോയിട്ട് ഇപ്പം വരെ എന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങൂലേ, അതുപോലെ ഗോപാൽ സ്വാമി ഞാൻ പോവാണ് സമാധിയായെന്നും പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങി പോയി സമാധിയായി. അല്ല, എന്തൊക്കെയാണ് ഈ സമാധിയാകുന്നതിന് മുമ്പുള്ള പ്രക്രിയകൾ? വിശുദ്ധി എന്ന 6 ആധാര ചക്രങ്ങൾ ഉണർത്തി കുണ്ടലിനി ശക്തികൾ ഉണർത്തി ആ ചെയ്യുന്ന സമയമാണ്. അയ്യോ, ചൈതന്യമേറുന്ന സമയമാണ്. അമ്മേ. അല്ല, എന്തൊക്കെയായിരുന്നു നിങ്ങളുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്? ആ ബ്രാഹ്മ മുഹൂർത്തം തെറ്റിക്കാൻ പാടില്ല, ആ സമയം മുഹൂർത്തം തെറ്റിക്കാൻ പാടില്ല. അതെല്ലാം ഞാൻ ചെയ്തു. നല്ല അനുസരണയുള്ള മോൻ. അല്ല, സമാധിയാകാൻ തോന്നിയപ്പോൾ മൂപ്പര് എന്തല്ല ചെയ്തേ? ഞാൻ സമാധിയാവാൻ എനിക്ക് സമയമായി എന്ന് പറഞ്ഞ് എൻ്റെ അച്ഛൻ സമാധി ആവാൻ വേണ്ടി അവിടെ ചെന്ന് അച്ഛൻ പത്മാസനത്തിൽ ഇരിക്കുകയാണ് ആ പീഠത്തിൽ. ക്ലോക്കിലൊന്ന് നോക്കി, സമാധിയാകാനുള്ള സമയമായി എന്നും പറഞ്ഞ് മൂപ്പര് പോയി ഒരു ഇരുത്ത, അപ്പം തന്നെ സമാധി. ഹലോ പ്രിയപ്പെട്ടവരെ, ചിരിച്ചൊരു വഴിക്കായി. ഇത് കണ്ടാൽ ആരാണ് ചിരിക്കാതിരിക്കുക? ഇങ്ങനെയുള്ള ഈ സമാധി നാടകവും ഇതുപോലെയുള്ള കള്ളത്തരങ്ങളും ഒക്കെ കാണുമ്പോൾ എല്ലാവർക്കും ചിരി തന്നെ വരും. നമ്മുടെ ഗോപൻ അച്ചാച്ചൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ തന്നെ ചിരിക്കാതെ വേറെ എന്താണ് ചെയ്യേണ്ടത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദൈവത്തിൻ്റെ ദർശനമുള്ള ഒരാളാണെങ്കിൽ അയാൾക്ക് കഞ്ഞിയും അതുപോലെ തന്നെ BP-യുടെയും ഷുഗറിൻ്റെയും ഒന്നും ഗുളികയൊന്നും കഴിക്കേണ്ട ആവശ്യമില്ല, അല്ലേ? ഇതൊന്നും നമുക്ക് ആരും പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു വിധം ബുദ്ധിയുള്ളവർക്കൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. നമ്മൾ ഈ ക്ലിപ്പിൽ നമ്മൾ കാണുന്നത് ഒക്കെ നമുക്ക് എല്ലാവർക്കും ചിരി ഉണർത്തുന്ന സംഭവങ്ങളാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ലോകത്ത് എവിടെയും നമുക്ക് ഇത് കേൾക്കാൻ പോലും പറ്റിയിട്ടുണ്ടാവില്ല. എന്ത് തന്നെ ആയാലും ഇപ്പോൾ അവിടെ ഒരു തീർത്ഥാടന കേന്ദ്രം പണിയാൻ പോകുന്നു എന്നാണ് മക്കൾ പറയുന്നത്. ആരൊക്കെയാണ് അവിടെ പോകാൻ പോകുന്നതെന്നൊന്നും നമുക്കറിയില്ല. മണ്ടന്മാരായിട്ടുള്ളവർ ചിലപ്പോൾ പോകും, മണ്ടന്മാരല്ലാത്തവരൊന്നും അങ്ങോട്ടേക്ക് പോവില്ല. കാരണം ഒരു ചുമട്ട് തൊഴിലാളിയായിരുന്ന നമ്മുടെ ഗോപൻ അച്ചാച്ചൻ എങ്ങനെയാണ് ഇങ്ങനെ ഒരു സമാധി ആയിട്ടൊരു വലിയ സ്വാമിയായിട്ട് അറിയപ്പെടുക? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. പണ്ട് കാലത്ത് ഇവിടെ ഉണ്ടായിരുന്ന നമ്മുടെ ശ്രീനാരായണ ഗുരുവും അതുപോലെ തന്നെ സ്വാമി വിവേകാനന്ദനും ഒക്കെ നാടിന് വേണ്ടി പലതും ചെയ്ത് സമാധിയായവരും അവർക്കൊക്കെ സമാധി സ്ഥലവും അവരൊക്കെ ഒരുപാട് നമ്മുടെ നാടിന് വേണ്ടി പ്രയത്നിച്ചവരാണ്. അതുപോലെയുള്ള എന്തെങ്കിലും ഒരു കാര്യം ഇയാൾ ചെയ്തിട്ടുണ്ടോ? അതുമാത്രമല്ല, എന്തിനാണ് അന്ധവിശ്വാസമൊക്കെ ആൾക്കാരുടെ മനസ്സിൽ ഇങ്ങനെ കുത്തി നിറയ്ക്കുന്നത്? അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോലെ ഉള്ളവർ അതൊക്കെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോവുക. പിന്നെയെന്ന് പറഞ്ഞാൽ ഇതൊരിക്കലും ഒരു വർഗീയതയാക്കി മാറ്റാതിരിക്കാൻ ശ്രമിക്കുക. കേസ് കൊടുത്തവരിൽ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് ആ ഒരു തരത്തിലുള്ള വേർതിരിവും വകതിരിവും ഇല്ലാതിരിക്കുക. ഇവരുടെ മക്കൾ ഇതിൽ ബിസിനസ് തന്നെയാണ് കണ്ടെത്തിയിട്ടുണ്ടാവുക. കാരണം കുറേ നാൾ കിടപ്പിലായിട്ടുള്ള ഒരു മനുഷ്യനെ ഇവരെങ്ങനെയാണ് ഇവർ സമാധിയായി പോയി അവിടത്തേക്ക് പോയി കഞ്ഞി കുടിച്ചു BP-യുടെ ഗുളിക കഴിച്ചു എന്നൊക്കെ ഇവരെങ്ങനെയാണ് പറയുന്നത്? എങ്ങനെയാണ് ചിരിക്കാതിരിക്കുക ഇതൊക്കെ കേൾക്കുമ്പോൾ? അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളെപ്പോലെയുള്ളവർ മനസ്സിലാക്കുക, എല്ലാവരും മനസ്സിലാക്കണം. ഇതൊന്നും എന്ന് പറഞ്ഞാൽ അങ്ങേത്തലയോളം എത്തുന്ന കാര്യങ്ങളല്ല. ഹിന്ദു ആചാര്യന്മാരും അതുപോലെ തന്നെ പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് ഇതൊന്നും ഹിന്ദുക്കൾ ആരും തന്നെ ഹിന്ദു ആചാര്യന്മാരൊന്നും തന്നെ ഇതിന് സപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇത് ഇവർ മക്കളുടെ കാര്യം മാത്രമാണ്. ഇനി അവരവിടെ തീർത്ഥാടന കേന്ദ്രമോ അമ്പലമോ എന്ത് വേണമെങ്കിലും അവർ പണിയട്ടെ, ആർക്ക് വേണമെങ്കിലും പോകാൻ വരാം, അല്ലേ? അത് അവരുടെ ഇഷ്ടമാണ്. പക്ഷേ എന്ത് രീതിയിലാണ് ഇവർ ഈ ഒരാളെ എന്താണ് അയാൾ നാടിന് വേണ്ടി ചെയ്തിട്ടുള്ളത്? നമ്മുടെ ഗോപൻ അച്ചാച്ചൻ എന്താണ് നാടിന് വേണ്ടി ചെയ്തിട്ടുള്ളതെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ചിരിക്കാതെ വേറെ ഒന്നും ഇതിൽ നമുക്ക് കാണാനില്ല. സമാധിയാവുമ്പോൾ ഡോക്ടർമാർ
സമാധിയാകുന്ന സമയത്ത് ആരും കാണാൻ പാടില്ല, ഡോക്ടർമാർ തൊടാൻ പാടില്ല എന്നൊക്കെയാണ് അയാളുടെ മോൻ ഇങ്ങനെ പറയുന്നത് നമ്മൾ ഈ ക്ലിപ്പിൽ കാണുന്നത്. എന്തായാലും എല്ലാവർക്കും ചിരി ഉണർത്താനുള്ള വക ഇതിൽ കൂടുതലുണ്ട്. ഇനി ഇതിൻ്റെ കമൻറ്റിൻ്റെ അടിയിൽ വന്ന് നിങ്ങൾക്കും ഒരു വീഡിയോ കിട്ടിയില്ലേ എന്നൊന്നും ആരും പറയരുത്. ആരായാലും ഈ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന ആരായാലും ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകും. അപ്പോൾ അടുത്തൊരു റിയാക്ഷൻ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ.